ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ, അവരുടെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ പരാജയപ്പെട്ടു പോയതും നശിച്ചു പോയതും അവരുടെ ജീവിതത്തിൽ അവർക്ക് അദബുകളില്ല എന്നതായിരുന്നു കാരണം. ഏത് സംഭവം നമ്മളെടുത്ത് പരിശോധിച്ചാലും അത് കാണാൻ കഴിയും. ചിലർ പള്ളികളോടുള്ള മര്യാദകളിൽ വീഴ്ച വരുത്തിയതാണ് അവരുടെ പതനങ്ങൾക്ക് കാരണം. ചിലർ കിതാബുകളോട് അദബുകേട് കാണിച്ചു. ചിലർ വീട്ടിൽ പാലിക്കേണ്ട അദബുകൾ പാലിച്ചില്ല. ചിലർ ഭാര്യയോടുള്ള മര്യാദ, ഭർത്താവിനോടുള്ള മര്യാദകൾ, മക്കളോടുള്ള മര്യാദകൾ, മാതാപിതാക്കളോടുള്ള മര്യാദകൾ, പഠിക്കുന്ന ഗ്രന്ഥങ്ങളോടുള്ള മര്യാദകൾ, ഇങ്ങനെ ഒരു മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട അദബുകൾ നഷ്ടപ്പെടുത്തി എന്നതാണ് അവരുടെ പതനങ്ങൾക്ക്, പരാജയങ്ങൾക്ക്, ജീവിതത്തിന്റെ ഐശ്വര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള ഏക കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തഅദ്ദബൂ സുമ്മ തഅല്ലമൂ. ആദ്യം നിങ്ങൾ അദബ് പഠിക്കുക, എന്നിട്ട് അറിവ് പഠിക്കുക. ആദ്യം നമ്മൾ അദബ് പഠിക്കണം. മക്കളെ നമ്മൾ മദ്രസയിൽ ചേർക്കുന്നതിന് മുമ്പ് മദ്രസയിൽ നമ്മൾ പഠിപ്പിക്കുന്നു, അത് നല്ലതാണ്, അൽഹംദുലില്ലാ. പക്ഷേ മദ്രസകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദബിൽ ശീലം തുടങ്ങണം. മഹാനായ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നിങ്ങൾ 30 വർഷം അദബ് പഠിക്കുക, 20 വർഷം അറിവും പഠിക്കുക. അല്ലേ? ചില മഹാന്മാര് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 70 കിതാബുകൾ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു അദബ് പഠിക്കലാണ്. 70 കിതാബുകൾ വാതോരാതെ പഠിച്ച് പരിശീലിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അദബ് ശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മഹാന്മാര് പറഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, 30 കൊല്ലം നിങ്ങൾ അദബ് പഠിക്കുകയും 20 കൊല്ലം നിങ്ങൾ ഇൽമു പഠിക്കുകയും ചെയ്യുക. ചുരുക്കത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്, പഠിക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ടത് അദബിനാണ് ശീലം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, തഅദ്ദബൂ സുമ്മ തഅല്ലമൂ. നിങ്ങൾ അദബ് ശീലിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ പിന്നെ ഇൽമു പഠിപ്പിക്കുക, പിന്നെ ഇൽമു പഠിക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു പിതാവ് വന്നിട്ട് തന്റെ കുഞ്ഞിനെ കുറിച്ച് പരാതി പറയുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഇവൻ അനുസരണയില്ല, ഇവൻ നല്ല ശീലങ്ങളില്ല. ഒരു പിതാവ് തന്റെ മകനെ കുറിച്ച് പരാതി പറയുകയാണ് ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്. ആ പിതാവിന്റെയും മകന്റെയും ഇടയിലുള്ള ജീവിത ശൈലികളെ കുറിച്ച്, ചിട്ടകളെ കുറിച്ച്, അദബുകളെ കുറിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പിതാവ് പാലിക്കേണ്ട അദബ് പാലിച്ചിട്ടില്ല. കോപത്തോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് വളരെ ദേഷ്യത്തോടെ, കോപത്തോടെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് പാലിക്കേണ്ട അദബ് പാലിക്കൂ എന്ന്. അല്ലേ? ഇൽസമൂ ഔലാദകും വഅഹ്സിനൂ ആദാബഹും. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സമയം ചെലവഴിക്കുക, നിങ്ങളുടെ മക്കളോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കുക. വഅഹ്സിനൂ ആദാബഹും, അവർക്ക് നിങ്ങൾ അദബുകൾ ശീലിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ആര് പറഞ്ഞു? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നമുക്ക് നാളെ എന്തെങ്കിലും ഗുണം കിട്ടണമെന്ന്, ഈ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് സന്തോഷിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, ലോകത്തിന്റെ ഗുരുവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, നല്ല രൂപത്തിൽ നിങ്ങൾ മക്കളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോ വഅഹ്സിനൂ ആദാബഹും, അവർക്ക് നിങ്ങൾ നല്ല മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക. ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് പഠിക്കുന്ന അദബുകൾ ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അവരോട് ദേഷ്യത്തിലോ ക്രൂശിക്കൽ കൊണ്ടോ അക്രമികൾ കൊണ്ടോ അതൊന്നും വേണ്ട. മക്കൾക്ക് അദബ് പറഞ്ഞു കൊടുക്കാനും ശീലിക്കാനും നമ്മളൊരു മാതൃകയായാൽ മതി. അതിന് നമ്മളൊരു ഉത്തമ മാതൃകയുള്ളവരായി മാറണം.
മക്കളെ ഭക്ഷണം കഴിക്കുമ്പോ, മക്കളെ വെള്ളം കുടിക്കുമ്പോ, മക്കളെ ഒരു സദസ്സിലിരിക്കുമ്പോ, മക്കളെ ഉസ്താദിനോട് പെരുമാറുമ്പോ, മക്കളെ വാപ്പയോട് പെരുമാറുമ്പോ, മക്കളെ കുടുംബത്തോട് സംസാരിക്കുമ്പോ, മക്കളെ സമൂഹത്തോട് സംസാരിക്കുമ്പോ, മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന അദബുകൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് ലോകത്തോട് പഠിപ്പിച്ചു ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിൽ തന്ന അമാനത്ത് മുതലാണ് നമ്മുടെ മക്കളെങ്കിൽ ആ അമാനത്ത് മുതലിനെ ഏറ്റവും നല്ല സ്വഭാവത്തിലും ഗുണത്തിലും ഉപകാരപ്രദമായ രൂപത്തിലും അല്ലാഹുവിലേക്ക് തിരികെ ഏൽപ്പിക്കലാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. അതിലേറ്റവും പ്രഥമമായ സ്ഥാനം നമ്മൾ കൊടുക്കുന്ന അദബുകൾക്കാണ്, ചിട്ടകൾക്കാണ്, നല്ല ശീലങ്ങൾക്കാണ്, നല്ല മര്യാദകൾക്കാണ്. അതല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? മക്കൾക്ക് നമ്മൾ ഒരു അദബ് പഠിപ്പിച്ചു കൊടുക്കാം. നമ്മൾ അലിഫും ബാവും താവും സാവും ഒക്കെ നമ്മൾ പഠിപ്പിക്കും. സൂറത്ത് യാസീൻ പഠിപ്പിക്കും, ഹദ്ദാദ് മൗലിദ് ഒക്കെ പഠിപ്പിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ശീലിപ്പിക്കും. അൽഹംദുലില്ലാഹ്. എങ്കിലും നമ്മുടെ മക്കൾക്ക് ഒരു നല്ല ശീലവും ഒരു നല്ല സ്വഭാവവും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഹബീബായ നബി തങ്ങൾ പറയാണ്, ഖൈറും മിൻ അയ്യതസദ്ദഖ ബിസാഇൻ. നിങ്ങൾ ഒരു സാഴ് ധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഒരു അദബ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മളതൊരു വലിയ ദാനമാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ദാനമാണത്, ഒരു വലിയ സ്വതക്കയാണത്, വലിയ ധർമ്മമാണത്. മക്കൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മളൊരു നല്ല ശീലം പറഞ്ഞു കൊടുക്കുന്നു എന്നത് വലിയ ഭാഗ്യമാണ്, നന്മയാണെന്ന് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ, അദബിലൂടെ ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. കിതാബുകളിൽ കാണാം, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, നമ്മൾ ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നല്ല മര്യാദ പാലിച്ചാൽ, അദബുകൾ പാലിച്ചാൽ, അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ശൈലിയായി മാറിയാൽ അതിന് ചില ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം, അത് സീനത്തുൻ നഫ്സി, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അലങ്കാരമാണ് അവനാ കാണിച്ച അദബും മര്യാദയും. ഏത് അവന്റെ അല്ലെങ്കിൽ അവളുടെ മുഖത്തിട്ടിരിക്കുന്ന ഫേഷ്യലുകളോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ അല്ല, അല്ലെങ്കിൽ തിളക്കമാർന്ന വസ്ത്രങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളുടെ മോടി പിടിപ്പിക്കലുകളല്ല ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അലങ്കാരം. പിന്നെയോ ആ ശരീരത്തിന്റെ അലങ്കാരം എന്ന് പറയുന്നത് നല്ല സ്വഭാവമാണ്, നല്ല അദബാണ്, നല്ല ചിട്ടയാണെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഏറ്റവും നല്ല അലങ്കാരം, സൗന്ദര്യം, അത് അവൻ പാലിക്കുന്ന അദബുകളാണ്. നല്ല കുട്ടി, നല്ല വ്യക്തി, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, അതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സൗന്ദര്യമാണ്. പിന്നെയോ സബബുൻ ലിമഹബ്ബത്തില്ലാഹ്, അദബ് പാലിക്കുന്നവർ അവരുടെ ജീവിതത്തിലെ വലിയൊരു ഗുണമാണ്, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്നതാണ്. പടച്ചോന്റെ സ്നേഹം ലഭിക്കും അല്ലെ? അള്ളാന്റെ സ്നേഹം ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അദബ് പാലിക്കുന്നവർക്ക് അള്ളാന്റെ മഹബത്ത് കിട്ടും. അള്ളാന്റെ മഹബത്ത് കിട്ടിയാലോ നമ്മൾ ലോകം അംഗീകരിക്കുന്നവരായി മാറും. സുമ്മ യൂളഉ ലഹുൽ ഖബൂല ഫിൽ അർളി, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്നവർക്ക് ഭൂമിയിൽ അംഗീകാരം ലഭിക്കും, ആകാശ ലോകത്ത് അംഗീകാരം ലഭിക്കും. പടച്ചവനെ, മനുഷ്യരുടെയും മലക്കുകളുടെയും അംഗീകാരം ലഭിക്കും. ആര് പറഞ്ഞു? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമത്രേ, ജിബ്രീൽ, ഈ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന്. ഈ വിവരം ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്തോട് വിളിച്ചു പറയുന്നു. കോടാനുകോടിക്കണക്കിന് മലക്കുകളോട് പറയും ഈ വിവരം. അവരും ഇഷ്ടപ്പെടും ഈ മനുഷ്യനെ, അള്ളാഹ് ഇഷ്ടപ്പെട്ടവനെ. പിന്നീട് അവന്റെ അംഗീകാരം ഭൂമി നിറയും. സുമ്മ യൂളഉ ലഹുൽ ഖബൂല ഫിൽ അർളി, കാരണം അവന്റെ ജീവിതത്തിൽ മഹബ്ബത്തുണ്ട്, അള്ളാഹുവിന്റെ മഹബ്ബത്തുണ്ട്, അള്ളാഹുവിന്റെ സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ എല്ലാവരും അംഗീകരിക്കും. നമ്മുടെ മക്കൾ എല്ലാവരും അംഗീകരിക്കപ്പെടണം, എല്ലാവരുടെയും സ്നേഹം ലഭിക്കണം. എവിടെയും എന്റെ മക്കള് താഴ്ന്നു പോകരുത്, നശിച്ചു പോകരുത് എന്ന് ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ആഗ്രഹിച്ചു പോയാൽ അവർക്ക് നിങ്ങൾ കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം ആ മക്കൾക്ക് അദബ് കൊടുക്കലാണ്. കാരണം അതിലൂടെ അവർക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കും. പിന്നെ ഈ അദബിലൂടെ ലഭിക്കുന്ന മൂന്നാമത്തെ ഗുണം, സബബുൽ ലിമഹബ്ബത്തി റസൂലില്ലാഹ്,
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മര്യാദകളാണ്, അദബുള്ള ജീവിതമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അദബ് പാലിക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമാ. ഹബീബായ നബി തങ്ങൾക്ക് വലിയ സ്നേഹമാണ്. നബി തങ്ങളല്ലേ ഈ അദബുകൾ പഠിപ്പിച്ചത്, നബി തങ്ങളല്ലേ അതിന്റെ മാതൃക. അതാരിലുണ്ടോ അവരോട് നബി തങ്ങൾക്ക് ഇഷ്ടമാണത്രേ. അദബിലൂടെ അങ്ങനൊരു ഗുണവും നമുക്ക് ലഭിക്കും. മാത്രമല്ല, നാലാമത്തെ ഗുണം അല്ലാഹുവിന്റെ പരമോന്നതമായ കോടതിയില് നന്മയും തിന്മയും തൂക്കം ചെയ്യുമ്പോ നന്മയുടെ തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാവുന്നത് നീ നമസ്കാരത്തിലാണെങ്കിലും ഖുർആൻ ഓതുമ്പോഴാണെങ്കിലും നീ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും നീ സംസാരിക്കുമ്പോഴാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ഉറങ്ങുന്ന നേരവും ഉണരുന്ന നേരവും ഏതു നേരത്തും സദാ നിന്റെ ജീവിതത്തിൽ നീ പാലിച്ചിട്ടുള്ള അദബുകൾക്കാണ്, നല്ല സ്വഭാവങ്ങൾക്കാണ് അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ ഭാരം ലഭിക്കുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരാൾ അദബിലാണ് ജീവിക്കുന്നത്, നല്ല സ്വഭാവത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ ഈ അദബുകൾക്ക് ഭാരമുണ്ടാകും. അതാണ് നാലാമത്തെ ഗുണം. അഞ്ചാമത്തെ ഗുണം, ഈ അദബ് എന്ന് പറയുന്നത് നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നതാണ്. അൽ അദബു ത്വരീഖുൽ ജന്ന, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. നീ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി തെളിയിക്കലാണ് ഓരോ അദബുകളും. കാരണം അദബ് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ സൗന്ദര്യവും സ്വർഗത്തിന്റെ വർണ്ണനയുമാണ്. നിങ്ങൾ സംസാരത്തിലും സ്വഭാവത്തിലും വേഷത്തിലും നിങ്ങളുടെ അകവും പുറവും അദബിൽ പൊതിഞ്ഞാൽ സ്വർഗം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും എന്ന്, നിങ്ങൾക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് എത്ര ഹദീസുകളിലാണ് നബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. നല്ല പോലെ സംസാരിക്കും, നല്ല വാക്കുകൾ പറയും, നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ. ഈ രൂപത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിനായി ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന്, നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കുമെന്ന് എത്ര ഹദീസുകളിലാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു, നബിയേ മാ യുദ്ഖിലുൻ നാസ അൽ ജന്ന, സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവേശിക്കാൻ എന്ത് കാരണമാണ് അവരുടെ കൈകളിലുള്ളത് എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നു എന്ന സ്വഭാവ മഹിമയാണ് അവർക്ക് സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവേശിക്കാനുള്ള ഗുണകരമായ ഒന്നാമത്തെ കാര്യമെങ്കിൽ രണ്ടാമത്തെ കാര്യം ഹുസ്നുൽ ഖുൽഖി, നല്ല സ്വഭാവമുള്ള ജീവിതമായിരുന്നു അവർക്ക്. നല്ല അദബോടുകൂടി ജീവിച്ചു. അതാണ് അവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ഏറ്റവും കൂടുതൽ ഉപകരിച്ച രണ്ടാമത്തെ വഴി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലേ, മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടും സ്വാലിഹീങ്ങളായ മനുഷ്യരോടുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അദബിന് വല്ലാത്ത സ്ഥാനമുണ്ട്. രക്ഷപ്പെട്ടവരെല്ലാം രക്ഷപ്പെട്ടത് അദബിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് മക്കളുടെ ഭാഗത്തു നിന്ന് ചില അദബ് കേടുകൾ, മര്യാദ കേടുകൾ, ദുസ്വഭാവങ്ങൾ കണ്ടാൽ അവർ കുട്ടിയാണല്ലോ, കുഞ്ഞുപ്രായമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസാരവൽക്കരിക്കുന്നത് വർദ്ധിച്ചു പോയതിന്റെ തിക്തഫലമാണ് ഓരോ കുടുംബവും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തോരാത്ത കണ്ണുനീർ. അത് വളരെ വ്യക്തമാണ്. എത്ര കൃത്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതായത് ഒരു കുഞ്ഞ് എവിടെ നിന്ന് തുടങ്ങണം, എന്താണ് അവൻ ശീലിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവന്റെ ഏറ്റവും കുഞ്ഞുപ്രായം, ഏറ്റവും ചെറിയ പ്രായം മുതൽ തുടങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മര്യാദകളാണ്, ചിട്ടകളാണ്, അദബുകളാണ്. ഇതാരാണ് നൽകേണ്ടത്? ആരാണത് നൽകേണ്ടത്? ആ കുഞ്ഞിനെ നൊന്തു പ്രസവിച്ച് ആ കുഞ്ഞിനൊരു ആപത്തും വരാതെ, ബുദ്ധിമുട്ട് വരാതെ, വേദന വരാതെ, ദുഃഖം വരാതെ മാറോട് ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുന്ന ആ കുഞ്ഞിന്റെ ഉമ്മ തന്നെയാ, ആ കുഞ്ഞിന്റെ വാപ്പ തന്നെയാണ് ആ കുഞ്ഞിന് വളരാനുള്ളതും ആ കുഞ്ഞിന് ഉയരാനുള്ളതുമായ ഏറ്റവും വലിയ മരുന്ന്, അമൂല്യമായ അമൃത് അദബ് നൽകേണ്ടത്. അല്ലേ, അവിടെ നിന്നല്ലേ തുടങ്ങേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ നിസ്സഹായരായി മാറി നിൽക്കാണ്. നമ്മൾ അതിന് 100 കാരണങ്ങൾ കണ്ടെത്താണ്. അത് പറഞ്ഞാൽ ശരിയാവില്ല, അത് തിരുത്തിയാൽ പറ്റില്ല എന്ന് നമ്മൾ എപ്പോഴാണോ മനസ്സ് മടിച്ച് മാറി നിന്നത്, അവിടെ മുതൽ ആ കുഞ്ഞിനെ തളർത്താൻ, ആ കുഞ്ഞ് നശിക്കാനുള്ള വഴിയാണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത്.
ഒരുപക്ഷെ തിരുത്തുമ്പോൾ ആ കുഞ്ഞ് കരഞ്ഞു പോകാം, അല്ലെങ്കിൽ ആ കുഞ്ഞ് അത് മനസ്സിലാക്കും. ആ കുഞ്ഞിന് വളരാനുള്ള എല്ലാ വഴികളും അടഞ്ഞു പോകാൻ നാം പിന്മാറിയ ഓരോ സന്ദർഭങ്ങളും കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ ബോധവാന്മാരായിരിക്കണം. പിന്നീട് ആ കുഞ്ഞ് അവന്റേതായ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രായമെത്തിയപ്പോ, ആ കുഞ്ഞിന് സ്വയം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള പ്രായമെത്തിയപ്പോ തിരുത്താൻ ഓടിച്ചെന്ന ഉമ്മയോടാ, തിരുത്താൻ ഓടിച്ചെന്ന വാപ്പയോടാണ് ആ കുഞ്ഞ് എതിർവാക്ക് പറഞ്ഞു പോയത് എന്ന പേരിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഒരിക്കലും കരയരുതേ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ കരഞ്ഞു പോകരുത്. തിരുത്തേണ്ട പ്രായത്തിലാണ് തിരുത്തേണ്ടത്. തിരഞ്ഞെടുക്കേണ്ട പ്രായത്തിൽ ആ കുഞ്ഞിനെ തിരഞ്ഞെടുക്കാൻ വിടണം. തിരഞ്ഞെടുക്കപ്പെടാനുള്ള പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിൽ തിരുത്തരുത്. നമുക്ക് അവിടെയാണ് പിഴച്ചുപോയത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിന്റെ കുഞ്ഞിന് നീ കൊടുക്കുന്ന അദബിനേക്കാളും വലിയൊരു ധർമ്മം ഇല്ലെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഏത് കാലഘട്ടത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ പെൺകുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞാൽ, പെൺമക്കൾ ഉണ്ടായി എന്നറിഞ്ഞാൽ അത് സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട കാര്യമാണെന്ന് പരിഗണിച്ചിരുന്ന ഒരു ഗോത്രത്തിന്റെ നടുവിലൂടെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമയുടെ കൈപിടിച്ച് നടന്നുപോയ ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കളുടെ മഹത്വം പഠിപ്പിച്ചില്ലേ, പെൺമക്കളുടെ മഹത്വം പഠിപ്പിച്ചില്ലേ? ആ പ്രവാചകരെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നൽകിയ ചിട്ടയെ കുറിച്ച് പഠിക്കണേ, ശീലങ്ങളെ കുറിച്ച് പഠിക്കണേ, മര്യാദകളെ കുറിച്ച് പഠിക്കണേ. ഫാത്തിമാക്ക് തിരുത്തേണ്ട സമയങ്ങളിലൊക്കെയും പ്രിയപ്പെട്ട പിതാവ് തിരുത്തി കൊടുത്തു. അല്ലെ, എത്ര സംഭവങ്ങളുണ്ട്. ഹബീബായ നബി തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് മുസല്ലയിൽ കിടക്കുമ്പോ, വിരിപ്പിൽ കിടക്കുമ്പോ, സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് കിടക്കുന്ന ഫാത്തിമ തങ്ങളുടെ സമീപത്തേക്ക് ലോകത്തിന്റെ പ്രവാചകൻ കടന്നു വന്നിട്ട് തന്റെ കാലുകൊണ്ട് ഫാത്തിമാനെ തട്ടി ഉണർത്തിയിട്ട് പറയുന്നു, ഭൂമി ഫാത്തിമ, ഫാത്തിമ എഴുന്നേൽക്ക് മോളെ, ഈ നേരത്ത് ഉറങ്ങല്ലേ മോളെ, ഈ നേരമാണ് അള്ളാഹു നമുക്ക് റിസ്ക് നൽകുന്നത്. അതാണ് തർബിയത്ത്, ഒരു അദബ്. മക്കളെ, സുബഹി കഴിഞ്ഞ് ഉറങ്ങല്ലേ മക്കളെ, സുബഹി കഴിഞ്ഞ് ഉറങ്ങല്ലേ മക്കളെ. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പാടുപെടുന്ന ഒരാളില്ലേ, നമുക്ക് റിസ്ക് തരുന്ന പടച്ചോനില്ലേ, ആ റിസ്ക് മുടങ്ങാൻ നമ്മുടെ ഈ ഉറക്കം കാരണമാകും.